വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ബിജെപിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട ആർ ശ്രീലേഖ മണ്ഡലത്തിലെ കവടിയാർ വാർഡിൽ ചുവരെഴുതിക്കൊണ്ടാണ് പ്രചാരണം തുടങ്ങിയത്. പാർട്ടി നിർദ്ദേശം വന്നാൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ആർ ശ്രീലേഖ പ്രതികരിച്ചു. നിയമസഭാ ഇലക്ഷൻ അടുത്തോടുകൂടി ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് നേമത്തും അതിനുശേഷം ഇപ്പോൾ വട്ടിയൂർക്കാവിലും ആർ ശ്രീലേഖയുടെ ചുവരെഴുത്ത് പരിപാടികൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. നേമത്തെ രാജീവ് ചന്ദ്രശേഖരന് ശേഷം ഔദ്യോഗികമായി ഉള്ള ചുവരെഴുത്താണ് ഇപ്പോൾ ആർ ശ്രീലേഖ പൂർത്തീകരിച്ചത്. ഇതിനു മുൻപ് തന്നെ കൃത്യമായുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഏകദേശം വട്ടിയൂർക്കാവിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. വി കെ പ്രശാന്ത് തന്നെയായിരിക്കും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെന്നും ഒപ്പം മുരളീധരനും അതിന് ബിജെപി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ആർ ശ്രീലേഖ തന്നെയായിരിക്കും എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ചുവരെഴുത്ത് പ്രചരണങ്ങൾക്കടക്കം തുടക്കം കുറിച്ചുകൊണ്ട് ആർ ശ്രീലേഖ ഇപ്പോൾ ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതികരണം തന്നെ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. കാരണം കൌൺസിലറുമായി അതായത് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആ സ്ഥാനത്തേക്ക് എത്താൻ അതായത് പാർട്ടിയിൽ നിന്നും വി രാജേഷിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തതിനു ശേഷം കടുത്ത അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിനുശേഷവും ഇനി MLA സ്ഥാനത്തേക്കടക്കം അതായത് നിയമസഭാ ഇലക്ഷനിലടക്കം മത്സരിക്കില്ല എന്നായിരുന്നു നിലപാടെടുത്തത്. പക്ഷേ ഇത്തവണ അതിൽ നിന്നും നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് പാർട്ടി നിർദ്ദേശം തരികയാണെന്നുണ്ടെങ്കിൽ മത്സരിക്കുമെന്നായിരുന്നു ആർ ശ്രീലേഖ പ്രതികരിച്ചത്. പാർട്ടി പറയുന്നത് പോലെ എന്റെ അടുത്ത് പാർട്ടി നേതൃത്വം എന്നോട് എന്താണ് പറയുന്നത് അനുസരിച്ച് ചെയ്യും. ഞാൻ അവിടെ ശാസ്തമംഗലത്ത് വാർഡ് കൌൺസിലർ ആയത് പാർട്ടി പറഞ്ഞ പ്രകാരം ഇലക്ഷനിൽ നിന്നിട്ടാണ്. ഇവിടെയും അതുപോലെ തന്നെ പാർട്ടി പറഞ്ഞാൽ ഞാൻ നിൽക്കും, വിജയിക്കും, ഞാൻ MLA ആകും. വലിയ വിജയ പ്രതീക്ഷയുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആർ ശ്രീലേഖ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് ഈ ഒരു മണ്ഡലം പിടിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ബിജെപി മുന്നോട്ട് വെക്കുന്നത്. ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും പ്രചരണങ്ങൾക്ക് ചൂടുപിടിക്കാൻ വരും ദിവസങ്ങളിൽ തന്നെ സാധ്യതയുണ്ട്. എന്തുതന്നെയായാലും ഒരു ത്രികോണ മത്സരത്തിലേക്ക് വട്ടിയൂർക്കാവ് കടക്കുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.